കഥകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീറിന്റെ ജന്മദിനം എന്ന കഥയാണ് ഞാനിന്നിവിടെ വായിക്കുന്നത്. മകരം 8-ാം തീയതി ഇന്ന് എന്റെ ജന്മദിനമാണ്. പതിവിന് വിപരീതമായി വെളുപ്പിനെ ഞാൻ എണീറ്റ് കുളി മുതലായവയൊക്കെ കഴിച്ചു. ഇന്നേക്ക് കരുതി വെച്ചിരുന്ന വെള്ള ഖദർ ഷർട്ടും വെള്ള ഖദർ മുണ്ടും വെള്ള ക്യാൻവാസ് ഷൂസും ധരിച്ച് മുറിയിൽ എന്റെ ചാരുകസേരയിൽ വേവുന്ന ഹൃദയത്തോടെ ഞാൻ മലർന്നു കിടക്കുകയായിരുന്നു. ഈ ദിനമെങ്കിലും കളങ്കമില്ലാതെ സൂക്ഷിക്കണം. ആരോടും ഇന്ന് കടം വാങ്ങാൻ പാടില്ല. ഒരു കുഴപ്പവും ഇന്നുണ്ടാവരുത്. ഈ ദിവസം മംഗളകരമായി തന്നെ പര്യവസാനിക്കണം. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളുടെ വെള്ളയും കറുപ്പുമായ ചങ്ങല വളയങ്ങളിൽ ഞാൻ കാണുന്ന ആ 100 ഞാൻ ആയിരിക്കരുത് ഇന്നത്തെ ഞാൻ. ഇന്നെനിക്ക് എത്ര വയസ്സ് കാണും? കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഒന്ന് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തിൽ 26 അല്ല 32, അത് 47. എന്റെ മനസ്സിന് വല്ലാത്ത വിഷമം. ഞാൻ എണീറ്റ് ചെന്ന് കണ്ണാടി എടുത്തു നോക്കി. തരക്കേടില്ല. സാമാന്യം ഭേദപ്പെട്ട മുഖം, നല്ല വീതിയും കുഴപ്പമുള്ള നെറ്റി, അനക്കമില്ലാത്ത കണ്ണുകൾ, വളഞ്ഞ വാൾ പോലത്തെ നേരിയ മീശ. അകപ്പാടെ മോശമില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് എന്റെ ഹൃദയം കഠിനമായി വേദനിച്ചു. ഒരു നരച്ച മുടി. എന്റെ ചെവിയുടെ മുകൾ ഭാഗത്തായി കറുത്ത മുടിയുടെ ഇടയ്ക്ക് ഒരു വെള്ളരേഖ. ഞാൻ അത് വളരെ പണിപ്പെട്ട് പറിച്ചു കളഞ്ഞു. എന്നിട്ട് തന്നെ തടവിക്കൊണ്ടിരുന്നു. നന്ദി.